ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ പല സ്ഥലങ്ങളിലായി ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി, സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ, ദൈവവചനം പഠിക്കുവാൻ ഒരിക്കൽ കൂടെ ദൈവം നമുക്കായി ഒരുക്കി തന്ന ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മേലാൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ, ഈ ലോകത്തിന് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതായ വിഷയം, അതിൻ്റെ 26ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്നായിരിക്കുന്നത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതിൽ ലോക ചരിത്രം, ഇസ്രായേലിൻ്റെ പെരുന്നാളുകളിലൂടെ നാം ഒന്ന് ബൈബിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതായ വിഷയം കുറേയേറെ നാളുകളിൽ നാം അത് തുടർച്ചയായി ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ന്യായവിധി എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3ാമത്തെ ന്യായവിധിയായ, ഒടുവിലത്തെ ന്യായവിധി ആയ വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കാൻ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു, ക്രിസ്തുവിൻ്റെ ന്യായാസനം അത് വിശുദ്ധന്മാർക്കായിട്ടുള്ളതാണ്, മണവാട്ടി സഭയ്ക്കുള്ളതാണ്, പ്രതിഫലങ്ങൾ നൽകുന്നതായ ന്യായാസനമാണ്. മധ്യാകാശത്താണ് ന്യായാസനം സ്ഥാപിക്കുന്നത്. വിശദമായി ചിന്തിച്ച കാര്യമാണ്. 2ാമത്തെ സിംഹാസനം തേജസ്സിൻ്റെ സിംഹാസനമാണ്. അത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം കർത്താവ് മഹോപദ്രവകാല എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒടുവിൽ ക്രിസ്തുവും തൻ്റെ വിശുദ്ധന്മാരും ഈ ഭൂമിയിലേക്ക് വരികയും, തേജസ്സോടെ വരികയും, അങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്ന് സ്ഥാപിക്കുന്നതായ, ജാതികൾക്കായി ഒരുക്കുന്നതായ ഒരു സിംഹാസനമാണ്, ന്യായാസനമാണ് തേജസ്സിൻ്റെ സിംഹാസനം. നാം വിശദമായി ചിന്തിക്കുകയുണ്ടായി. വീണ്ടും ഒടുവിലത്തെ ന്യായവിധിയായ വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, വൈറ്റ് ത്രോൺ, വെള്ള സിംഹാസനം. വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. അതിനാധാരമായി 2 വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒന്ന്, വെളിപ്പാട് പുസ്തകം 20ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായം 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളും, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങളും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ കൂടെ. അവർ ന്യായാസനങ്ങളെ വച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു.
ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ഒരു വാക്ക് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് ഒരുക്കി തന്ന ഈ മനോഹര സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുവചനമായി നിൽക്കുന്ന ഈ നിസ്സാരനായ അടിയനും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും കർത്താവെ, അവിടുത്തെ വകയാണല്ലോ, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാണല്ലോ. അവിടുത്തെ തിരുവചനത്തിൻ്റെ കീഴിൽ എളിമയോടും വിനയത്തോടും കൂടെ ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണം. ഞങ്ങൾ ബുദ്ധിയിൽ ചെറു കാര്യങ്ങളിൽ അറിവ് നേടാൻ കൂടിയിരിക്കുന്നവരല്ല കർത്താവേ. ഞങ്ങളുടെ തലച്ചോറിൽ ചില കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ കൂടിയിരിക്കുന്നവരല്ല. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ചിലതെല്ലാം ഇന്ന് സ്വർഗം കോറിയിട്ട് തരുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഭവമുള്ളവരായി അവിടുത്തെ തിരുവചനത്തിൽ എഴുന്നേൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം പ്രാപിച്ചവരായി എഴുന്നേൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം മൂലം ശുശ്രൂഷിപ്പാൻ നിസ്സാരനായ അടിയനെ ബലപ്പെടുത്തണമേ. എല്ലാ മഹത്വത്തോടുന്ന് മാത്രം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. ഇതിൽ ഈ വെള്ള എന്ന് പറയുന്നത് നീതിയെയും വിശുദ്ധിയെയുമാണ് കാണിക്കുന്നത്. ഈ സിംഹാസനത്തിൻ്റെ വെള്ള സിംഹാസനം എന്ന് പറയുന്നത് കൊണ്ട് വെള്ള നീതിയെയും വിശുദ്ധിയെയുമാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പിൽ ഇവിടെ യാതൊരു അശുദ്ധിയും അനീതിയും ഇല്ല. കൈക്കൂലിയും മുഖപക്ഷവും അതിൻ്റെ മുമ്പിലില്ല. വെള്ള സിംഹാസനം. എപ്പോഴാണ് ഈ സിംഹാസനം സ്ഥാപിക്കുന്നത്? അതിൻ്റെ കാലം, അതിൻ്റെ സമയം എപ്പോഴാണ്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, കൃപായുഗം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? കൃപായുഗം കഴിഞ്ഞ് എത്ര വർഷം കഴിയും? എപ്പോഴാണ് കൃപായുഗം കഴിയുന്നപ്പോഴാണ്? കൃപായുഗം തീരുന്നത് എപ്പോഴാണ്? കൃപയുടെ വാതിൽ അടയുന്നത് എപ്പോഴാണ്? യേശുവിന്റെ രണ്ടാമത്തെ വരവ്. ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവോടെ കൃപായുഗം കഴിയും. കൃപായുഗം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞായിരിക്കും ഈ സിംഹാസനം സ്ഥാപിക്കുന്നത്? 1007 വർഷം കഴിഞ്ഞ്. ബിജോയ് പറഞ്ഞ കറക്റ്റ് ഉത്തരമാണ്. 7 വർഷം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഭൂമിയിൽ നടക്കുന്ന കാലമാണ്. 7 വർഷത്തിന് ശേഷമാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭരണം നടത്താൻ വരുന്നത്. 1000 ആണ്ട് വാഴ്ച, ദ മില്ലേനിയം, സഹസ്രാബ്ദ വാഴ്ച. 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ടാണ് ഈ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്. വേണമെങ്കിൽ വെളിപ്പാട് 20:7 മുതൽ അതിന് തൊട്ട് മുകളിലുള്ള വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. 7 മുതലുള്ള വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. 1000 മതി, ഒരു നിമിഷം നിർത്തുക. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അതിന് തൊട്ട് മുകളിലുള്ള വാക്യം കൂടെ വായിച്ചാലാണ് ഈ 1000 ആണ്ട് എന്ത് നടക്കുന്നത് കാണുന്നത്. തൊട്ട് മുകളിൽ 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ ഉള്ളതായ പാരഗ്രാഫ് നാം ഇതിനു മുമ്പ് ചിന്തിച്ചതായ തേജസ്സിൻ്റെ സിംഹാസനത്തിന് ന്യായവിധിയാണ്. തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധി കഴിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ, ശേഷമുള്ളവർ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്, സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ആ ന്യായവിധി കഴിഞ്ഞ്
ഈ ഭൂമിയിൽ കർത്താവ് ഭരണം നടത്തുന്നതായ ഒരു കാലം വരും. സഹസ്രാബ്ദ വാഴ്ച, ദ മില്ലേനിയം. അതൊരു വലിയ വിഷയമാണ്. അത് തന്നെ ഒരു വിഷയമായിട്ടെടുത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വിഷയമാണത്. ബൈബിളിലെ പല ഭാഗങ്ങളിലും പഴയ നിയമ പ്രവചനങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വേദഭാഗമാണത്. 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദ ഭൂമി. കർത്താവ് വന്ന് ഈ ഭൂമിയിൽ 1000 ആണ്ട് ഭരിക്കുമെന്ന്. അന്ന് ഈ ഭൂമി ഇതുപോലെ തന്നെ ആയിരിക്കുമോ? ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയുടെ അന്തരീക്ഷ സ്ഥിതിയിലെല്ലാം മാറ്റം വരുത്തുമെന്നാണ്. കോസ്മോസ് ആകമാനം മാറും. ഇന്നുള്ളതായ ഈ വ്യവസ്ഥിതികളെല്ലാം മാറും. അന്ന് സിംഹം കുഞ്ഞാടിനോടുകൂടെ സന്തോഷത്തോടെ കഴിയും. ശത്രുതയില്ല, വാശിയില്ല, വഴക്കില്ല, വലിപ്പ വ്യത്യാസങ്ങളില്ല, സ്നേഹം മാത്രം. പാപമില്ല. കാരണം മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പിശാചിനെ 1000 ആണ്ടേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ചങ്ങലയിട്ട് അഗാധകൂപത്തിലിട്ടിരിക്കുകയാണ്. ചങ്ങലക്കിട്ടേക്കുക. അപ്പോൾ മനുഷ്യനെ പാപം ചെയ്യിക്കുന്നത് ആരാണ്? പിശാച്. പിശാചിനെ ബന്ധിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട് 1000 ആണ്ട് കഴിയുമ്പോഴോ ഒന്ന് അഴിച്ചു വിടേണ്ടതാകുന്നു. അല്പകാലത്തേക്ക് ഒന്ന് അഴിച്ചു വിടും. അപ്പോൾ പാപമില്ല. അന്ന് യേശുക്രിസ്തു എന്ന ഏകരാജാവ് ഈ ലോകം മുഴുവൻ അടക്കി വാഴും. ഇന്നത്തെ ഈ വ്യവസ്ഥകളെല്ലാം മാറും. അന്ന് മരണമുണ്ടാകുകയില്ല. അന്ന് നമ്മൾ ഈ ഭൂമിയിൽ തൻ്റെ വിശുദ്ധന്മാർ ക്രിസ്തുവിനോടുകൂടെ ഭരണം നടത്തും. പാടാറുണ്ട്, യേശു വരുന്നിഹേ തൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ. ഇന്ന് മോശക്കാരെന്ന് ഇവിടെ കാണുന്നവർ അന്ന് കൂടെ വാഴും. അവനോടുകൂടെ ഭരണം നടത്തുമെന്ന്. ആ കാലം 1000 ആണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും? 70 ഏറെയായാൽ 80, അല്ല കുറച്ചുകൂടെ പോയാലും പൊക്കോട്ടെ. എന്നാലും എത്ര കാലം ജീവിക്കും? ഏറ്റവും കൂടിയല്ല 100 വയസ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ. ഒരിക്കലും അത്ര കിട്ടുമോ? ക്ഷണികമായ ഈ ആയുസ്. ഈ ആയുസ് പാപത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ, ക്രിസ്തുവിനെ രക്ഷയെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ, അല്പസുഖത്തിന് വേണ്ടി സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോയാൽ, അല്പം നേട്ടങ്ങൾക്ക് വേണ്ടി സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോയാൽ ഇതെല്ലാം മിസ്സായി പോകും. ഇവിടെ ഒന്നും, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. 1000 ആണ്ട് നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിനോടുകൂടെ വാഴും, അധികാരികളായി വാഴും. ഇന്ന് മോശക്കാര് അന്ന് കൂടെ വാഴും. എല്ലാ ലോകത്തിൻ്റെയും സകല രാജ്യങ്ങളുടെയും അധിപതികളായി തൻ്റെ വിശുദ്ധന്മാർ വാഴും ക്രിസ്തുവിനോടുകൂടെ. ആ സഹസ്രാബ്ദ വാഴ്ച 1000 ആണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. 1000 ആണ്ട് കഴിയുമ്പോഴോ, വായിച്ചത് ആരംഭിച്ചത് അങ്ങനെയാണ്, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ഇന്നുള്ളതായി ഈ അന്തരീക്ഷ സ്ഥിതി ആയിരിക്കില്ല. അന്തരീക്ഷത്തിൽ മാറ്റം വരും. ഇന്നുള്ള ഈ കോസ്മോസ് എല്ലാം മാറും. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് നാട്ടിൽ വരണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ ചിലവ് ചെയ്യണം. എത്രയോ മണിക്കൂറുകൾ. ഇവിടെ നിന്നും നേരെ ഇന്നുള്ള ഒരു ഫ്ലൈറ്റിൽ ഏറ്റവും വേഗത്തിലോടുന്നതായ സംവിധാനം വെച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റിൽ കയറി നേരെ ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് വന്നാൽ ഫ്ലൈ ചെയ്യാൻ മാത്രം ഏതാണ്ട് 10-18 മണിക്കൂറിലധികം ഫ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ മനസ്സെത്തുന്ന പോലെ എത്താൻ പറ്റുമെന്നാണ്. കാരണം എനിക്ക് എൻ്റെ ശരീരം അവിടെ എത്തണമെങ്കിൽ ഇത്രയും സമയമെടുത്താൽ മാത്രമേ ഇന്നത്തെ യാത്രാ സംവിധാനം വെച്ചുകൊണ്ട് അവിടെ എത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങ് മഴൂരിലുള്ള മംഗലത്തടയിലുള്ള എൻ്റെ വീട്ടിൽ എനിക്ക് എത്തണമെങ്കിൽ, എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എത്തണമെങ്കിൽ സമയം വേണ്ട, സമയമില്ല ഇവിടെ.
സമയം വേണ്ട. എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സ് അവിടെ എത്തണമെന്ന് തോന്നിയോ അപ്പം തന്നെ എത്താം. അതുപോലെ ശരീരവും പോകുമെന്ന്. ആ രീതിയിൽ സ്ഥിതികളൊക്കെ മാറുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം നമ്മൾ ഓർത്ത് നോക്കണം. അന്ന് നമ്മൾ ഭരണാധികാരികളാണ്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോകാൻ വ്യസ്യൊന്നും വേണ്ട. കാരണം നമ്മൾ ലോകത്തിൻ്റെ മുഴുവൻ ഭരണകർത്താവിനോടൊപ്പം ഭരണം നടത്തുന്നവരാണ്. എന്താനന്ദമായ ജീവിതം! യേശുവിനോട് കൂടെ നാം ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുന്ന ഒരു കാലം. എല്ലാവരും ക്രിസ്തുവിനൂടെ പാപമില്ലാതെ, വിശുദ്ധന്മാർ മാത്രം, എല്ലാവരും പാപമില്ലാത്ത ഒരു കാലം. എന്ത് സന്തോഷമായിരിക്കും, എന്ത് ആനന്ദമായിരിക്കും! അന്ന് ആ 1000 ആണ്ട് കഴിയുമ്പോഴോ ഇവിടെ ചങ്ങലക്കിട്ടിരിക്കുന്നതായ പിശാചിനെ, സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. വായിച്ചേട്ടാ വാക്യം മുതൽ. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഈ പിശാചിനെ അഴിച്ചുവിട്ട് അവന് ഇങ്ങനെ 1000 വർഷം കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ അത്രമാത്രം ജീവിച്ചു വന്ന ആ മനുഷ്യരെ എല്ലാവരെയും അവൻ്റെ കൂടെ ഞാൻ കൂട്ടും. നേരം കൊണ്ട് മനുഷ്യന് അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് പാപം ചെയ്യുന്നത് പിശാചില്ലാത്തതുകൊണ്ട് ജയിക്കുന്നുമില്ല. പിശാചിനെ അഴിച്ചുവിട്ടാൽ അവൻ എല്ലാവരെയും അവൻ്റെ കൂടെ കൂട്ടും. ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന എല്ലാവരെയും പിശാചിൻ്റെ കൂടെ കൂട്ടി കർത്താവിനും വിശുദ്ധന്മാർക്കുമെതിരെ യുദ്ധത്തിനായിട്ട് വരും. അവൻ്റെ കൂടെ കൂടും, പിശാചിൻ്റെ കൂടെ കൂടും എല്ലാവരും. എന്നിട്ട് കർത്താവിനും വിശുദ്ധന്മാർക്കുമായിട്ട് എതിരെ യുദ്ധത്തിനായിട്ട് വരും. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഞാൻ ഇതിലേക്കും പോകുന്നില്ല, ഒത്തിരി വിവരിക്കാനും പഠിക്കാനുള്ളൊരു വിഷയമാണ്. ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെയൊക്കെ ദഹിപ്പിച്ച് കളയും. എന്നിട്ട് ഈ മനുഷ്യരെല്ലാവരെയും വഞ്ചിച്ച പിശാചിനെ പിടിച്ചു കെട്ടി, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഈ മൃഗവും കള്ളപ്രവാചകനും നമ്മൾ ഓർക്കണം, ഈ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അന്ന് നാം ചിന്തിച്ച് ഓർക്കുന്നുണ്ടാകും, ഒരു പൈശാചിക തൃത്വമാണ് ഈ ഭൂമിയിൽ ഭരിക്കുന്നത്. ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്ന മൃഗം, കള്ളപ്രവാചകൻ എന്ന ആത്മീയ നേതാവ്, സാത്താനും പിശാചും എന്ന പഴയ പാമ്പ്. ഇങ്ങനെ 3 പൈശാചിക തൃത്വ ശക്തികളാണ് ഈ ഭൂമി ഭരണം നടത്തുന്നത്. കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപായി ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന മൃഗത്തെയും കള്ളപ്രവാചകനെയും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും, നിത്യനരകത്തിലേക്ക് തള്ളിയിടും. പക്ഷേ ഈ പിശാചിനെ അവരുടെ കൂടെ തള്ളുന്നില്ല. പിശാചിനെ ബന്ധിച്ച് അഗാധകൂപത്തിൽ അടയ്ക്കുന്നു, ചങ്ങലക്കിടുന്നു. വലിയ ചങ്ങല കൊണ്ട് ബന്ധിച്ച് അഗാധകൂപത്തിലിടുന്നു പിശാചിനെ, ഈ സാത്താനും പിശാചുന്ന പഴയ പാമ്പിനെ. എന്നാൽ 1000 ആണ്ട് കഴിഞ്ഞ് ഇവൻ എല്ലാവരെയും വഞ്ചിച്ച് കഴിയുമ്പോൾ ഇവനെ പിന്നീട് അഗാധകൂപത്തിലേക്കല്ല ഇടുന്നത്, ഇവനെ വെട്ടി തീപ്പൊയ്കയിലേക്ക് ഇടുകയാണ്. ആ രംഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രവാചകൻ കാണുന്നത്, രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്നതായ ഗന്ധക പൊയ്കയിലേക്ക് തൻ്റെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ഈ പിശാചിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഇവരെ തള്ളിക്കളഞ്ഞു. ഇവരിങ്ങനെ അവിടെ കിടക്കുക. ഇങ്ങനെ ഈ കള്ളപ്രവാചകനും മൃഗവും ഈ ഗന്ധകത്തിയിൽ കിടക്കുമ്പോഴാണ് ഇവനെ വെട്ടി ഈ തീപ്പൊയ്കയിലേക്ക് ഇടുന്നത്. ആ രംഗമാണ് യെശയ്യാ 14-ന്റെ
9 മുതൽ ഞാൻ കാണുന്നു, വായിക്കാം. യെശയ്യാവ് 14:9 മുതൽ. നിന്റെ വരവെങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല പാലന്മാരായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെ പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. അപ്പോൾ ഓർക്കണം, മതി. ഇവിടെ ഈ പിശാചും അവിടേക്ക് തള്ളപ്പെട്ട് വരുമ്പോൾ അവിടെ കിടക്കുന്നവർ പറയുകയാണ്, നീയും വന്നല്ലോ ഞങ്ങളുടെ കൂടെ കൂടാൻ, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ. അന്ന് ഇവരെ ഇവിടേക്ക് തള്ളിയിട്ടപ്പോൾ അവരോടൊപ്പം തള്ളിയിട്ടില്ല, വേറെ സ്ഥലത്തേക്കാക്കി. എന്നാൽ ഈ പിശാചും സാത്താനും എന്ന പഴയ പാമ്പിനെ തീ നരകത്തിലേക്ക് തള്ളുമ്പോൾ മുൻപ് അവിടെ ചെന്നതായ കൂട്ടം പറയുകയാണ്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതുപ്പായിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന്, ഓ ലൂസിഫർ എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്, ഓ ലൂസിഫർ, ലൂസിഫർ, ഓ ലൂസിഫർ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഈ സാത്താനും പിശാചും എന്ന പഴയ പാമ്പിനെ ആ തീ നരകത്തിലേക്ക് തള്ളിയിടും, ഗന്ധകത്തീ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. എന്നിട്ടാണ് 11-ാം വാക്യം ആരംഭിക്കുന്നത്. ഞാൻ വലിയ ഒരു വെള്ളസിംഹാസനം കണ്ടു, അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. അല്പം വിവരിക്കേണ്ടതായ കാര്യങ്ങളാണ്, അല്പം വിശദീകരിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളസിംഹാസനം. വെള്ള എന്ന് പറയുന്നത് നീതിയെയും വിശുദ്ധിയെയും കാണിക്കുന്നു. ഇവിടെ അനീതിയില്ല, അശുദ്ധിയില്ല, കൈക്കൂലിയില്ല, മുഖപക്ഷമില്ല. കൃപായുഗം കഴിഞ്ഞ് 1007 വർഷം കഴിഞ്ഞാണ് ഈ സിംഹാസനം ന്യായവിധിക്കായി സ്ഥാപിക്കുന്നത്. ഈ സിംഹാസനത്തിൽ എവിടെ വെച്ചാണ് ഈ സിംഹാസനം സ്ഥാപിക്കുന്നത്? ഭൂമിയിലല്ല, ആകാശത്തുമല്ല. ഭൂമിയിലുമല്ല, ആകാശത്തുമല്ല. കാരണം ഭൂമിയും ആകാശവും ഓടിപ്പോയി, പിന്നെ അവയെ കണ്ടില്ല. വെള്ളസിംഹാസനം സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. കാരണം ബൈബിൾ അതെവിടെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയാൻ ശ്രമിക്കണമെന്നും ഞാൻ പറയുന്നില്ല. എവിടെയും ഒരിടത്ത് ദൈവം അത് സ്ഥാപിക്കും, ദൈവം ഒരുക്കും. ഒരു പക്ഷേ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലായിരിക്കുമോ നമുക്കറിയില്ല. അത് സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയിലുള്ളതായൊരു കാര്യമാണ്. സ്ഥലം എവിടെയാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അവിടെ ന്യായം വിധിക്കുന്നത് ആരാണ്? പ്രധാന ജഡ്ജി ആരാണ്? ന്യായാസനത്തിൻ്റെ പ്രധാന ജഡ്ജി ആരാണ്? യേശുക്രിസ്തുവാണ് പ്രധാന ജഡ്ജി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു.
ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ക്രിസ്തുവിനെയാണ് ന്യായവിധി ഏൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ 5:22 വായിച്ചേ. 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവാണ് ജഡ്ജിയായിരുന്ന ന്യായം വിധിക്കുന്നത്. മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഓരോ തലമുറയിലും, ലോകമുണ്ടായ കാലം മുതൽ ഓരോ തലമുറയിലും ജീവിച്ചിരുന്നതായ വിശുദ്ധന്മാർ, അതത് തലമുറയിൽ ജീവിച്ചതായ വിശുദ്ധന്മാർ ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാതെ നടന്നവരെ ക്രിസ്തുവിനോടുകൂടെ ഇത് ന്യായം വിധിക്കും. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാം സുവിശേഷം പറയുന്നുണ്ട്, പലരോടും മാനസാന്തരപ്പെടാനായിട്ട് നാം അറിയിക്കുന്നുണ്ട്. പക്ഷേ അവരതിനെ മത്സരിക്കുന്നു, അതിനെ എതിർക്കുന്നു, സുവിശേഷം പറയുന്നവരെ ഉപദ്രവിക്കുന്നു, അവരെ കൊന്നുകളയുന്നു. എന്തെല്ലാം പീഡനങ്ങൾ ഇന്നുമില്ലേ? ഇന്നും സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുന്നില്ലേ, കളിയാക്കുന്നില്ലേ? അതാത് കാലയളവിൽ ജീവിച്ചിരിക്കുന്നതായ വിശുദ്ധന്മാർ, അതാത് തലമുറയിലുള്ളവർ ആ കാലഘട്ടത്തിൽ ഉള്ളവരെ ന്യായം വിധിക്കും. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? അപ്പോസ്തലൻ പറയുകയാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 27-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 12:27. ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകുക. അതിന്റെ 41, മത്തായി 12:41. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. നിനവേക്കാർ എഴുന്നേറ്റ തലമുറയിലുള്ള കുറ്റം വിധിക്കും. 42-ാം വാക്യം. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. തെക്കേ രാജ്ഞി ആ തലമുറയിലുള്ളവരെ കുറ്റം വിധിക്കും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. അതാത് തലമുറകളിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ ആ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാത്തവരെ ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന് ന്യായം വിധിക്കും. അന്ന് നാം ക്രിസ്തുവിനോട് കൂടെ സിംഹാസനത്തിലിരിക്കുന്നവരാണ്. ആ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കുന്നതായ പ്രതികൾ 20:12 നാം വായിച്ചു. വെളിപ്പാട് 20:12 മരിച്ചവർ, ആബാലവൃദ്ധം. ഞാൻ അവിടെ നിൽക്കുന്ന പ്രതികളെക്കുറിച്ച് ഇന്നിപ്പോൾ സമയം മുന്നോട്ട് കടന്നു പോയതുകൊണ്ട് ഞാൻ അടുത്ത തിങ്കളാഴ്ചയിൽ പറഞ്ഞുകൊള്ളാം ആരെയാണ് ന്യായം വിധിക്കുന്നത് എന്ന്. അപ്പോൾ നാം ചിന്തിച്ചത് 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, വെള്ള സിംഹാസനം എന്ന പേര് എന്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്? 2, പ്രധാന ജഡ്ജി ആരാണ്? 3, എവിടെ വെച്ചാണ്, എപ്പോഴാണ് ഈ സിംഹാസനത്തിന് ന്യായവിധി ഉണ്ടാകുന്നത്? ആ സിംഹാസനത്തിന് മുമ്പിൽ പ്രതികളായി കൊണ്ടുവന്ന് നിർത്തുന്നവർ ആരാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ഞാനും നിങ്ങളുമായിരിക്കുന്നതായി ഈ തലമുറയിലുള്ളവരെ നാം ന്യായം വിധിക്കും. ഞാൻ പാടുന്നതായ ഗീതമുണ്ടല്ലോ, ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പാടുന്ന ഒരു ഗീതമുണ്ട്.
നിന്നെ വിധിച്ചോർ വിധിയേൽക്കുമ്പോൾ. ആ ഗീതം അറിയാവോ? ഒരു 2 ലൈനുള്ളത് അറിയാവുന്നവരും അതിൻ്റെ ആ ട്യൂണിൽ പാടാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ വിധിച്ചോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശോ. നിന്നെ വിധിച്ചോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശോ. അന്ന് ക്രിസ്തുവിനെ വിധിച്ചവരവിടെ വരും. പീലാത്തോസ് ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. അവൻ്റെ ചെകുത്തടിച്ചവരെല്ലാം ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. അവൻ്റെ മുഖത്ത് തുപ്പിയവര് ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. നിന്നെ വിധിച്ചോർ വിധി ചെയ്യുമ്പോൾ ഈ തലമുറയിൽ ജീവിക്കുന്ന ഓരോരുത്തരും ന്യായവിധിക്കായി മുൻപിൽ വന്ന് നിൽക്കുന്നതായ ദിവസമുണ്ട്. ഈ രക്ഷ എന്നുള്ളതിനെ നാം നിസാരമാക്കി കാണരുത്. നാം പഠിച്ചു, ചില ആത്മീയ സത്യങ്ങളെല്ലാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇതൊന്നും കെട്ടുകഥകളല്ല. ഈ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിറവേറപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ, നമ്മുടെ കണ്ണിന് മുമ്പിൽ നിറവേറപ്പെട്ട് കഴിഞ്ഞു എങ്കിൽ ഇതും നിറവേറപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ഈ കൃപായുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ രക്ഷ എന്നുള്ളതിനെ നാം നിസാരമാക്കി കാണരുത്. ദൈവോദിനത്തിലൂടെ ലഭിക്കുന്നതായ ആലോചനകളെ നാം അലക്ഷ്യമാക്കി മുന്നോട്ട് പോകരുത്. ഇന്ന് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ ഈ ലോകം വിട്ട് മരണം മൂലം മാറ്റപ്പെട്ട് കടന്നുപോയാൽ മരിച്ചവർ എല്ലാവരും ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, അന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവരെല്ലാവരും നിൽക്കും. എല്ലാവരും എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കൂട്ടമുണ്ട്. അവർ ക്രിസ്തുവിനോടുകൂടെ ഇരിക്കും, ക്രിസ്തുവിന് വിശുദ്ധന്മാർ. അതുപോലെ തന്നെ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഈ ചെറിയവരിൽ ഒരുത്തൻ എന്ന് പറഞ്ഞവരുണ്ട്. വലത്ത് ഭാഗത്ത് മാറ്റി നിർത്തിയവരുണ്ട്. അവരും അവനോടുകൂടെ ഉണ്ടാകും. ബാക്കിയുള്ളവരല്ലേ മരിച്ചവരെല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ളവരല്ലേ മരിച്ചു കിടക്കുന്നവർ. അടുത്ത ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞുകൊള്ളാം. നാം അന്ന് ആരുടെ കൂട്ടത്തിലാകും? ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ സ്ഥിതിയിൽ മരണം മൂലം മാറ്റിപ്പൊട്ടു പോകേണ്ടി വന്നാൽ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അതുകൊണ്ട് ഇന്ന് എന്ന ഒരു ദിവസം അവൻ പിന്നെയും നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് എന്ന ഒരു ദിവസം അവൻ പിന്നെയും നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. എബ്രായർ 4-ാം അധ്യായം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് 95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് മുഖാന്തരം അരുളി ചെയ്തതുപോലെ തന്നെ ഇന്ന് എന്ന ഒരു ദിവസം അവൻ പിന്നെയും നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നാം ഓരോരുത്തരും, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, നാം ഓരോരുത്തരും, നിങ്ങൾ കുടുംബമായി ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിരിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്കിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. നാം ആരായാലും എവിടെയായാലും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം നമ്മുടെ അരിയിലേക്ക് ഇന്ന് എന്ന ഒരു ദിവസം സ്വർഗം ഇറക്കിക്കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് എന്ന ഒരു ദിവസം നമ്മുടെ അരിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് തരുവാൻ, നമ്മുടെ അരികിൽ കൊണ്ടുവന്ന് വെക്കുവാൻ സ്വർഗത്തിന് തിരുനിസായ സമയമാണ് ഇന്ന് എന്ന ഒരു ദിവസം.
മാനസാന്തരപ്പെടുവാൻ, പാപത്തോട് യാത്ര പറയുവാൻ, യേശുവുള്ളവരായി മാറുവാൻ, തീരുമാനങ്ങൾ പുതുക്കുവാൻ, സമർപ്പണം എടുക്കുവാൻ, കർത്താവിനോട് എന്തെങ്കിലും വാക്ക് പറയാനുണ്ടെങ്കിൽ വാക്ക് പറയുവാൻ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഇന്നെന്ന ഒരു ദിവസം അവൻ പിന്നെയും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമോ? സമർപ്പിക്കുമോ? കർത്താവേ, ഞാനിതാ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് എന്ന ഒരു ദിവസം, ഇന്ന് എന്ന ഒരു ദിവസം, അന്ന് ഞാൻ ആ വിധിഗേഹത്തിൽ നിൽക്കാനിടയാകരുത്. ന്യായാധിപതേ, അങ്ങേക്ക് അനിശം ചേർത്ത കടത്താൽ എൻ തല താഴ്ത്താനിടയാകരുതേ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് ചേർന്ന് പാടാം. ന്യായാധിപതേ. പാടാൻ അറിയാവുന്നവർക്കൊന്ന് പാടാമോ? ന്യായാധിപതേ, അങ്ങേക്കനിശം ചേർത്ത കടത്താൽ എൻ തല താഴ്ത്തരുതേ. വിധിഗേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമേയും രക്തവുമോർത്തെന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ സ്ലീവാ ഞാൻ കൂപ്പി പിഴ പോകി. നിന്മേരുധിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുകമുക്തി. കർത്താവേ, അന്ന് ആ വിധിഗ്രഹത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ, ന്യായാധിപതിയായ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, ഞാൻ ചെയ്ത പാപത്താൽ എൻ്റെ തല താണുപോകാൻ ഞാൻ വിധി ഏൽക്കുവാൻ ഇടവരരുതേ. കർത്താവേ, അവിടുത്തെ ശരീരം എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടതാണല്ലോ, അവിടുത്തെ തിരുരക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞതാണല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ. കർത്താവേ, ഇന്ന് ഈ സമയം നിന്റെ സ്നേഹത്തിന് മുമ്പിൽ, എന്നോടുള്ള നിന്റെ കരുണയുടെ മുമ്പിൽ, നിൻ സ്നേഹാൽ ഞാൻ സ്ലീബായെ കൂപ്പുകയാണ്. ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ വീഴുകയാണ്. പാപിയെ രക്ഷിക്കുന്ന കുരിശിൻ്റെ ചുവട്ടിൽ ഞാനിതാ വീഴുകയാണ്. എൻ്റെ പിഴകളെ പോക്കണമേ. നിൻ സ്നേഹാൽ സ്ലീബാ ഞാൻ കൂപ്പുന്നു. പിഴ പോക്കണമേ. നിന്റെ മെയ് രക്തങ്ങളാൽ, നിന്റെ തിരുരക്തത്താൽ എൻ്റെ പാപം കഴുകിത്തരണമേ. ക്രൂശിലിൻ്റെ ചുവട്ടിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന ആ ചുടുചോര കുരിശിൻ്റെ ചുവട്ടിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന എൻ്റെ മേൽ വീണ് എൻ്റെ പാപങ്ങളെ കഴുകിത്തരണമേ. സമർപ്പിക്കാൻ തീരുമാനിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം, എല്ലാം മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.